ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മീൻ വാങ്ങിക്കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. മാധവേട്ടൻ എന്തെങ്കിലും ഒരു ജോലി നീ തന്നെ വാങ്ങിക്കൊടുത്തിരിക്കണം. അല്ല, ഈ വയസ്സാങ്കാലത്ത് ഞാൻ എവിടുന്ന് ജോലി വാങ്ങിച്ചു കൊടുക്കാനാ? അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഉള്ള ജോലി തട്ടിത്തെറിപ്പിക്കുന്നവന് ഇല്ലാത്ത ജോലി ഉണ്ടാക്കി കൊടുക്കാനും കഴിവുണ്ടാവണം. ഞാനൊരു കാര്യം പറഞ്ഞ മാധവേട്ടൻ കേക്കോ? നീ പറഞ്ഞ എന്ത് കാര്യമോ ചന്ദ്രു ഞാൻ കേൾക്കാതിരുന്നിട്ടുള്ളത്? ഞാൻ ഈ വീട്ടിൽ നിന്നും എങ്ങോട്ടേക്കും ഇറങ്ങാറില്ല. പിന്നെ എന്റെ ഈ കയ്യിലും കഴുത്തിലും കാതിലും ഒക്കെ എന്തിനാ ഈ സ്വർണങ്ങൾ? തൽക്കാലം മാധവേട്ടൻ ഇതൊക്കെ ഒന്ന് പണയം വെക്ക്. പണം കിട്ടുമ്പോ മാധവേട്ടൻ തിരിച്ചെടുത്ത് തന്നാ മതി. വേണ്ട ചന്ദ്രു, ഞാനിത് വാങ്ങില്ല. നിന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന ആകെയുള്ള പൊന്നായത് അത് പണയം വെക്കണ്ട. പിന്നെ ആവശ്യമുള്ളപ്പോ പണയം വെക്കാനും കൂടി ഉള്ളതാ ഈ സ്വർണം. പണത്തിന് ആവശ്യം വരുമ്പോ പണയം വെക്കും, പണം വരുമ്പോ തിരികെ എടുക്കും. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ? അതൊന്നും വേണ്ട ചന്ദ്രു. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? മറ്റെന്തെങ്കിലും മാർഗം ആലോചിക്കാം. എന്തു മാർഗം? മീനെ 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 മീൻ വേണോ ചേച്ചി? ഇപ്പൊ കടലിൽ നിന്ന് പിടിച്ചതേ ഉള്ളൂ. നല്ല അടിപൊളി ചൂരയാ. ഒന്ന് നിക്കണേ. ആ പ്രകാശേട്ടാ, ദേ മീൻകാരൻ വന്നു. കുറച്ച് മീൻ വാങ്ങിയാലോ അമ്മേ? ഇയാള് കൊണ്ടുവരുന്ന മീനൊക്കെ നല്ലതാ. മാധവേട്ടന്റെ കയ്യിൽ പൈസയൊന്നുമില്ല മോളെ. പ്രകാശേട്ടനോട് പറയാം അമ്മേ. വേണ്ട മോളെ, ഇന്ന് മാധവന്റെ വീട്ടിലെ വഴക്ക് മീനിനെ ചൊല്ലിയാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കണ്ട. എന്തെങ്കിലും ഒരു കാരണം കാത്തിരിക്കുക അവൻ വഴക്കിടാൻ. അവിടെ നിന്നോ. അല്ല, നമുക്ക് മീൻ വാങ്ങണ്ടേ? പ്രകാശേട്ടാ, പ്രകാശേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാ വന്നിരിക്കുന്നേ, ചൂര. ചൂരയാണെങ്കിൽ വാങ്ങിക്കാം. കാശ് ഇങ്ങ് തന്നാ മതി, ഞാൻ പോയി വാങ്ങിച്ചോളാം. വെറുതെ മീൻകാരന്റെ മുമ്പിൽ നാണം കെടണ്ടല്ലോ. നിന്റെ കാശൊന്നല്ലോ ചോദിക്കുന്നവർക്ക് വാരിക്കോരി കൊടുക്കാൻ. മീൻ വിലപേശി വാങ്ങണമെങ്കിലേ പ്രകാശ് തന്നെ പോണം. മീനൊക്കെ വാങ്ങുമ്പോ ചിലർക്ക് കൊതി വരും. അയില വറുത്തതുണ്ട്, ചൂര വറ്റിച്ചതുണ്ട്. ഇപ്പൊ കരയ്ക്കടുത്ത ബോട്ടിൽ നിന്ന് വാങ്ങിയ ഐറ്റം എല്ലാം പിടയ്ക്കുന്ന ചൂരയാ. ദേ കിലോ 350 രൂപ സാറേ. 350 രൂപയോ? ആ, 200 രൂപയാണെങ്കിൽ ഞാൻ ഒരെണ്ണം എടുക്കാം. അത് മുതലാവില്ല സാറേ. 325 രൂപയ്ക്കാണെങ്കിൽ തന്നേക്കാം. എന്തോ? എങ്ങനെ? അതെ, 270 രൂപയാണെങ്കിൽ ഞാൻ മേടിക്കാം. അതും മുതലാവില്ല സാറേ. കെട്ടുനാറിയ മത്തി പുറകെ വരുന്നുണ്ട്. സാർ വേണേ അത് വാങ്ങിച്ചു. എടോ, തീർത്ത് ഞാനൊരു വില പറയാം. 280 രൂപ. ഷോ, ഇങ്ങനെയുണ്ടൊരു പിശുക്കൻ. ദാ 250 ഉണ്ട്. ദേ ചൂരയ്ക്ക് വരെ ചിരി വരുന്നു. സാറിന്റെ പിശുക്ക് കണ്ട്. ഉണ്ടാക്കാണ്ട് സ്ഥലം കാലിയാക്കടാ. കണ്ടോടി, 350 രൂപ വില പറഞ്ഞ മീനാണിത്. ഞാനത് വെറും 280 രൂപയ്ക്ക് ഒതുക്കി. നീ ആയിരുന്നെങ്കിൽ ഇത് നടക്കോ? കണ്ടാ കണ്ടാ? അതാ പറയുന്നത്, കാശുണ്ടാക്കുന്നവനെ അതിന്റെ വില അറിയുള്ളൂ.
അതെ, നീ അടുക്കളയിൽ കൊണ്ടുപോയിട്ട് നല്ല കുരുമുളകും മസാലയൊക്കെ അങ്ങോട്ട് പുരട്ടിയിട്ട് കലക്കി അങ്ങോട്ട് വേവിക്ക്. നാട്ടുകാരൊക്കെ ആ മണം ഒന്ന് ആസ്വദിക്കട്ടെ. കൊണ്ടുപോ ചെല്ലു ചെല്ല്. നിക്ക്. കാശുണ്ടാക്കുന്നവനെ കാശിന്റെ വില അറിയൂ, അല്ലേ? ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാശ് മുടിച്ചതിന്റെ സങ്കടം ഞങ്ങൾ ആരോട് പറയണം? മീൻ വാങ്ങിക്കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. മാധവേട്ടൻ എന്തെങ്കിലും ഒരു ജോലി നീ തന്നെ വാങ്ങിക്കൊടുത്തിരിക്കണം. അല്ല, ഈ വയസ്സാങ്കാലത്ത് ഞാൻ എവിടുന്ന് ജോലി വാങ്ങിച്ചു കൊടുക്കാനാ? അതൊന്നും ഞങ്ങൾക്കറിയണ്ട. ഉള്ള ജോലി തട്ടിത്തെറിപ്പിക്കുന്നവന് ഇല്ലാത്ത ജോലി ഉണ്ടാക്കി കൊടുക്കാനും കഴിവുണ്ടാവണം. ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വഴിമുട്ടിയിരിക്കുക. 1 മണി അരി വേണമെങ്കിൽ തെരുവ് തണ്ടേണ്ട അവസ്ഥയാ. എന്താ ഇനി അതും കാണണോ നിനക്ക്? കണ്ടില്ലേടാ, സ്വന്തം ചോര പിറന്ന മോൻ ചെയ്ത കടുങ്കയോർത്ത് നിന്റെ അച്ഛൻ വിങ്ങി പൊട്ടുന്നത്. ഇത് കണ്ണീരല്ലട, ഒരച്ഛന്റെ ചങ്ക് പൊടിഞ്ഞ ചോര. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. വാ മാധവേട്ട. അല്ലെങ്കിൽ തന്നെ പ്രകാശിന് ഒരു കാലത്തും ഗതി പിടിക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ലല്ലോ. കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ പ്രായത്തില് ഇനി ആര് ജോലി കൊടുക്കാനാ? ഇത് ഞാൻ മീൻ കാശെണ്ണി കൊടുത്ത് വാങ്ങിയതിന്റെ ചുരുക്ക. അയ്യോ, അവളോട് കുടംപൊള്ളിട്ട് വറുത്തരച്ചു വെക്കാൻ കൂടി പറഞ്ഞില്ലല്ലോ. ദൈവമേ, വച്ചിട്ട് വേണം മണപ്പിച്ച ആൾക്കാരൊക്കെ ഒന്ന് കൊതിപ്പിക്കാൻ. ഡേ, അതെ, ഈ മാനേജർ ആയിരിക്കുന്നേ. ആ ശരി സർ. ആരാ? എന്താ? എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ കൊള്ളായിരുന്നു. എന്ത് ജോലി അറിയാം? മാനത്തെ കൊട്ടാരം